നമസ്കാരം. ഞാൻ ഇന്ന് റീബർത്തിന്റെ റിസപ്ഷനിലാണ് ഇരിക്കുന്നത്. നിങ്ങൾക്കറിയാം, ഞാൻ കുറേ മാസങ്ങളായി നമ്മളിപ്പം റീബർത്ത് സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം 8 മാസമായി. അപ്പോൾ ഈ ഏകദേശം ഒരു 100-ലധികം പേഷ്യൻസിനെ നമ്മളിവിടെ ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൽ എല്ലാം തന്നെയും ഡിഫറെൻറ്റ് കാറ്റഗറീസ് ആണ്. അത് അമിതവണ്ണം, പ്രമേഹം, അതുപോലെ തന്നെ ഫാറ്റി ലിവർ, PCO, വാദസംബന്ധമായ പ്രശ്നങ്ങൾ, അതുപോലെ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം, ക്രിയാറ്റിൻ കൂടിയ പേഷ്യൻസ്, അങ്ങനെ എന്ന് വേണ്ട എല്ലാത്തരം വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കേസസ് ഒക്കെ നമുക്ക് വരുന്നുണ്ട്. അതിൽ 1-2 ടെസ്റ്റിമോണിയൽസ് നിങ്ങൾ കണ്ടു കാണും. അപ്പോൾ ഇപ്പം ഇന്ന് നിങ്ങളുടെ മുന്നിൽ വരുന്നത് 3-ാമത്തെ ടെസ്റ്റിമോണിയലാണ്. മറ്റുള്ള കേസസിൽ സ്പെഷ്യാലിറ്റി ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷേ അതിനേക്കാൾ കൂടുതൽ പ്രോബ്ലംസ് ഉള്ളതിനെ നമ്മളെടുത്ത് ഹൈലൈറ്റ് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ റീബർത്തിന്റെ ഉദ്ദേശ ലക്ഷ്യം തന്നെ ഒരു ഗ്രേസ്ഫുൾ ഏജിങ്, ലിവിങ് പീസ്ഫുള്ളി, ഇൻ ബിറ്റ്വീൻ യു ഷുഡ് മെയിൻറ്റെയിൻ 24-hour എനർജി ലെവൽ ബൈ പ്രിവെന്റിങ് ഓൾ ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ്. അതായത് നമ്മളുടെ ഓരോ പ്രായം ആവും തോറും നമ്മൾ ആരോഗ്യവും ഉന്മേഷവും ഉണർവും സന്തോഷവും സൗന്ദര്യവും കാത്തു സൂക്ഷിക്കുന്ന ഒരു ജീവിതചര്യ ഇവിടെ നിന്നും മനസ്സിലാക്കിക്കൊണ്ട് പോകാൻ പറ്റുന്ന ഒരു ചികിത്സാ സ്ഥാപനമാണിത്. അതിലെ അസുഖങ്ങൾ മാറ്റുക മാത്രമല്ല, ഇങ്ങനെയുള്ള വളരെയധികം കാര്യങ്ങൾ, അവരുടെ മുഖത്തെ വ്യത്യാസം, അവരുടെ ആരോഗ്യത്തിലുള്ള മാറ്റം, അവരുടെ എനർജി ലെവല്, ഇതൊക്കെയാണ് നമ്മളെ സന്തോഷിപ്പിക്കുന്നത്. അവർ വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് അവിടെ നിന്നും കിട്ടുന്ന റെസ്പോൺസ് ചെന്ന് കാണുമ്പോൾ ഒരു എന്ന് പറയുന്ന ഒരു ഫാക്ടറാണ് നമ്മൾ കൊടുക്കുന്നത്. അതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷവും. നമ്മൾ അസുഖങ്ങൾ മാറ്റുക മാത്രമല്ല, അനാവശ്യ മരുന്നുകളും കുറയ്ക്കുക മാത്രമല്ല, അതിനേക്കാൾ ഉപരി നമുക്ക് ഈ ഒരു കാലഘട്ടത്തിന്റെ ആവശ്യമാണത്. നമുക്ക് എപ്പോഴും എനർജറ്റിക് ആയിട്ടും ആരോഗ്യത്തോടെ ഉന്മേഷത്തോടെയും ഉണർവോടെയും ഒക്കെ മുന്നോട്ട് പോകാനുള്ള എല്ലാ കാര്യങ്ങളും റൈറ്റ് ഫ്രം മോർണിംഗ് ടിൽ നൈറ്റ് എന്ത് ചെയ്യണമെന്നുള്ള ഒരു സ്റ്റഡി ക്ലാസ് ആണ് ഇവിടെ നമ്മൾ കൊടുക്കുന്നത്. അതിൽ ഏറ്റവും ആദ്യം ഉള്ള കാര്യം എന്ന് പറയുന്നത് യോഗയും മെഡിറ്റേഷനുമാണ്. എങ്കിൽ കൂടിയും അതിനു മുമ്പ് രാവിലെ എണീക്കുമ്പോൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ള ഒരു വലിയ ഒരു സെഷൻ തന്നെ ഞാൻ തന്നെ ക്ലാസ് എടുത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളുടെ ഡയറ്ററി മോഡ്, അതുപോലെ തന്നെ ഡയറ്റ് സെഷൻ, അതും വളരെ എക്സ്ക്യൂസിറ്റ് ആണ്. ഒത്തിരി വെറൈറ്റി ഡിഷസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. അതുപോലെ തന്നെയാണ് ട്രീറ്റ്മെന്റ് പാറ്റേൺ പോലും. ഈ കേരളത്തിൽ പോലും വളരെ അപൂർവമായിട്ടുള്ള പല ചികിത്സകളും, സോനാബാത്ത്, വൈബ്ര മസാജർ, അതുപോലെ തന്നെയാണ് പഞ്ചകർമ്മ ചികിത്സ പിന്നെ മറ്റുള്ളിടത്തുണ്ടെങ്കിലും ഇതിലൊത്തിരി വ്യത്യാസത്തോടുകൂടി കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഡീപ് ടിഷ്യൂ മസാജ്, അങ്ങനെയുള്ള കാര്യം. അതുപോലെ തന്നെയാണ് ഫിസിയോതെറാപ്പി സെഷൻ, വളരെ അഡ്വാൻസ്ഡ് ആണ്. അപ്പോൾ എത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പെയിൻ ആണെങ്കിലും, അതുപോലെ തന്നെ ജോയിന്റ് ഉള്ള പ്രശ്നങ്ങൾ ആണെങ്കിലും നമുക്ക് ഒക്കെ തന്നെ മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു ചികിത്സാക്രമമാണ്. അത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. അത് നിയോഗമായിട്ട് എൻ്റെ കയ്യിൽ കിട്ടിയതാണ്. അത് വളരെ സക്സസ്ഫുൾ ആയിട്ട് പോവുകയാണ്. ഇന്നത്തെ ടെസ്റ്റിമോണിയൽ ജസീന്ത എന്ന പേഷ്യന്റിന്റെ ആണ്. പക്ഷേ ഇതെന്ന് വെച്ചാൽ ഇന്ന് പേഷ്യന്റ് ഡിസ്ചാർജ് ആണ്. അപ്പൊ നമ്മൾ ഇന്ന് പേഷ്യന്റിന്റെ വാക്കുകളിൽ തന്നെ എന്തൊക്കെ പ്രശ്നമായിട്ട് വന്നു, ഇപ്പൊ എങ്ങനെയാണ് ഇരിക്കുന്നത്, ഈ അവസ്ഥയിൽ എങ്ങനെ ഇരിക്കുന്നു എന്നുള്ള ഒരു കാര്യം നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടി പേഷ്യന്റ് തന്നെ പങ്കുവയ്ക്കുന്നതായിരിക്കും. ഓവർ ടു ജസീന്ത. എൻ്റെ പേര് ജസീന്ത. ഞാൻ കോട്ടയത്ത് നിന്നാണ് ഇവിടെ വന്നത്. ജൂൺ 1-ാം തീയതി വന്നപ്പം തന്നെ എനിക്ക് കുറച്ചധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. നെക്ക് പെയിനും ഷോൾഡർ പെയിൻ, പിന്നെ എൻ്റെ റൈറ്റ് ലെഗിൽ ആംഗിളിൽ സ്വെല്ലിങ് ഉണ്ടായിരുന്നു. അതുപോലെ എനിക്ക് നടക്കുമ്പം നല്ല പെയിൻ ആയിരുന്നു, തലവേദനയുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് ബോഡി വെയിറ്റ് ആണെങ്കിൽ 87 kg ആയിരുന്നു ഓൺ അഡ്മിഷനിൽ. അപ്പം ഫസ്റ്റിന് തന്നെ എൻ്റെ ട്രീറ്റ്മെൻ്റ് എല്ലാം സ്റ്റാർട്ടായി. രാവിലെ മുതൽ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് മോർണിംഗിൽ യോഗ ആണ് ആദ്യം തുടങ്ങുന്നത്. അത് തുടങ്ങി ബാക്കി എല്ലാ ബോഡി മസാജ്, ഫിസിയോതെറാപ്പി, അക്യൂപഞ്ചർ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു. പിന്നെ ഫേസിന് നല്ല ഫേസ് പാക്കും, അങ്ങനെ എല്ലാ വിധത്തിലുള്ള കാര്യങ്ങളും. പിന്നെ ഹെയർ പാക്കൊക്കെ ഇട്ട് എനിക്ക് കുറച്ച് ഹെയർ ഫോളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ മാറി. അങ്ങനെ എല്ലാ വിധത്തിലും ഞാൻ എൻ്റെ ആ ഹെൽത്ത് ഇഷ്യൂസിൽ നിന്നെല്ലാം എനിക്ക് ഒരു മോചനം കിട്ടി. ഞാൻ ഇപ്പോൾ ഇരിക്കുന്ന വളരെ സന്തോഷത്തോടെ ആയിരിക്കുന്നു. 87 kg നിന്ന് ഇന്ന് മോർണിംഗിൽ 81.5 ആയി. അങ്ങനെ
ഒത്തിരി സന്തോഷം ഉണ്ട്. എനിക്ക് വെയിറ്റ് റെഡ്യൂസ് ആയതാണ് എനിക്ക് ഏറ്റവും സന്തോഷം തോന്നുന്നത്. പിന്നെ എൻ്റെ ആ ഹോൾ ബോഡി പെയിൻ എല്ലാം മാറി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ വളരെ ഒരു ലൈറ്റ് ഫീലിംഗ് കിട്ടി. മറ്റേ എനിക്ക് അപ്പടി ഡൾ ഫീലിംഗ് ആയിരുന്നു. എപ്പോഴും കിടന്ന് ഒരു മടി തോന്നും, എന്തും ജോലി ചെയ്യാനായിട്ടൊന്നും ഒരു എനർജി ഇല്ലാത്തതുപോലെയായിരുന്നു. പക്ഷെ ഇപ്പം നല്ലൊരു ഫ്രഷ് ഫീലിംഗ് ഉണ്ട്. ഒരു എനർജി വന്നതുപോലെയൊക്കെ തോന്നുന്നുണ്ട്. വന്നത് നന്നായി എന്ന് എനിക്ക് റൈറ്റ് ടൈമിലാണ് ഞാൻ ഈ ഡിസിഷൻ എടുത്തതും വന്നതും നല്ലൊരു റിസൾട്ട് ഉണ്ടായി എന്നുള്ളത് പറയാൻ ഒത്തിരി സന്തോഷം. അപ്പോൾ നിങ്ങൾ ഇനി കേൾക്കാൻ പോകുന്നത് ജാക്കിന്റെ വാക്കുകൾ. ജാക്ക് ആരാന്ന് വെച്ചാൽ ഞങ്ങളുടെ മോസ്റ്റ് എഫിഷ്യൻറ്റ്, എനർജറ്റിക്, ആക്റ്റീവ്, യങ് ബ്ലഡ് ആണ് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു അസറ്റാണ് ഡോക്ടർ ജാക്ക്. ജാക്കിന്റെ ട്രീറ്റ്മെന്റിൽ ഫിസിയോതെറാപ്പിസ്റ്റ് ആണ്, അക്യൂപഞ്ചർ സ്പെഷ്യലിസ്റ്റ് ആണ്, ഏറ്റവും പ്രധാനമായിട്ട് നാച്ചുറോപ്പതിസ്റ്റുമാണ്. നേച്ചറുമായി ബന്ധപ്പെട്ട ചികിത്സകൾ. Naturopathy is a method of treatment with the 5 elements from which your body is made up of. That is what is called naturopathy. അതിൽ സ്പെഷ്യലൈസ് ചെയ്ത ഡോക്ടറുമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇനി എങ്ങനെയാണ് ഈ ജസീന്തയെ ഈ ഒരു രീതിയിലേക്ക് വന്നതിനേക്കാൾ ഫാർ ബെറ്റർ ആയിട്ട് എബൌട്ട് 10 ഇയേഴ്സിൻ്റെ യങ്ങർ ലുക്ക് വരെ വരിക. അതോടൊപ്പം തന്നെ ടോട്ടലായിട്ട് ബോഡിയുടെ ഒരു ടോട്ടാലിറ്റി ഓഫ് സിസ്റ്റം കറക്ഷനാണ് ചെയ്തത്. അതിൽ ജാക്ക് എന്തൊക്കെയാണ് അവർക്ക് വേണ്ടിയിട്ട് ട്രീറ്റ്മെന്റ് കൊടുത്തതെന്നുള്ളത് ജാക്കിന്റെ വാക്കുകളിൽ നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. ഹായ്, ഐ എം ഡോക്ടർ ജാക്ക്. ഐ പ്രാക്ടീസ് നാച്ചുറോപ്പതി ആൻഡ് യോഗ. പിന്നെ അക്യുപഞ്ചർ സ്പെഷ്യലിസ്റ്റും കൂടെയാണ്. സോ നമ്മളിപ്പോൾ കണ്ട പേഷ്യൻറ്റ് ജസീന്ത, നിങ്ങൾ ടെസ്റ്റിമോണിയൽ കണ്ടിട്ടുണ്ടാവും. വിത്ത് ഇഷ്യൂസ് കൊണ്ടാണ് വന്നത്. ആൻഡ് മെയിനായിട്ട് അവരുടെ മെയിൻ പ്രോബ്ലംസ് ഒക്കെ എന്ന് വെച്ചാൽ ഫുൾ ബോഡി പെയിൻ ആൻഡ് ഫുൾ ബോഡി ഇൻഫ്ലമേഷൻ ഉണ്ടായിരുന്നു. ആൻഡ് മെയിനായിട്ട് നോക്കുമ്പോൾ മെൻ്റലി അവർ ഭയങ്കര ഡല്ലായിരുന്നു. ആക്ച്വലി വരുമ്പോൾ അവർക്ക് അത്രയും ഒരു കോൺഫിഡൻസ് ഉണ്ടാകുന്നില്ല. ബട്ട് എന്നാലും എന്തെങ്കിലും ചെയ്ത് നോക്കാം, ഒരു ലാസ്റ്റ് ഹോപ്പായിട്ടാണ് അവരുടെ എത്തിയത്. പിന്നെ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്തത് ആദ്യം തന്നെ 2 days മസാജസ് ഉണ്ടായിരുന്നു. പിന്നെ രാവിലെ തന്നെ യോഗ, മെഡിറ്റേഷൻ അതൊക്കെ ഫോളോ ചെയ്തു. ആൻഡ് ദെൻ വി സ്റ്റാർട്ടഡ് ഫിസിയോതെറപ്പി എക്സസൈസ്, സ്ട്രെച്ചസ് ആൻഡ് ഇലക്ട്രോതെറപ്പി എല്ലാം ഉണ്ടായിരുന്നു. ആൻഡ് കൂടെ തന്നെ നമ്മൾ അക്യുപഞ്ചറും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആഫ്റ്റർ 3-4 days നമ്മൾ പിന്നെ ഇലക്ട്രോ അക്യുപഞ്ചറും സ്റ്റാർട്ട് ചെയ്തു. സോ ഇതൊക്കെ എല്ലാ ട്രീറ്റ്മെൻറ്റും കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മളിവിടെ ചെയ്തത്. സോ ഞാൻ നാച്ചുറൽ ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ ഞാൻ നോക്കിയായിരുന്നു. പിന്നെ കൂടെ ആയുർവേദ ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നു, മാമിൻ്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. നമ്മളൊക്കെ ഒരുമിച്ചാണ് ഈ ഒരു റിസൾട്ട് കൊടുക്കാൻ പറ്റിയത്. താങ്ക് യു. ഞങ്ങളുടെ ആയുർവേദ ഡോക്ടർ രേഷ്മ, ഷീ ഈസ് ഓൾസോ അബ്സല്യൂട്ട്ലി ഫാന്റാസ്റ്റിക്, എനർജറ്റിക്, ബ്യൂട്ടിഫുൾ, യങ് ബ്ലഡ് ആണ്. അപ്പോൾ ഇതൊക്കെ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് കിട്ടിയതാണ് ഇവരെയൊക്കെ. അപ്പം ആ കുട്ടിയുടെ ചികിത്സ വൺ ഓഫ് ദ ബെസ്റ്റ് ചികിത്സയാണ്. പഞ്ചകർമ്മ ചികിത്സ എന്ന് പറഞ്ഞാൽ അപ് ടു ദ കോറാണ് ചെയ്യുന്നത്. അതിനകത്ത് ഒരു വിട്ടുവീഴ്ചയുമില്ല. അത്രയ്ക്ക് നന്നായിട്ട് ചികിത്സ കൊടുക്കുകയും അതുപോലെ തന്നെ ഡയറ്റ് ഡിവിഷനും ആ സമയങ്ങളിലുള്ള ഡയറ്റ് ഡിവിഷനും കൈകാര്യം ചെയ്യുകയും പെർഫെക്റ്റ് ആയിട്ട് ഈ ഒരു പേഷ്യൻറ്റിനെ, ഈ പേഷ്യൻ്റ് അല്ല എല്ലാ പേഷ്യൻസിനെയും അവരുടെ ഒരു ഫൈനൽ കൺക്ലൂഷനിലേക്ക്, അവരുടെ എനർജറ്റിക്, ആക്റ്റീവ്, അലേർട്ട്, ഹാപ്പി, ഹെൽത്തി ആൻഡ് ബ്യൂട്ടിഫുൾ ആഫ്റ്റർവേർഡ്സ് എന്നുള്ള കോൺസെപ്റ്റിലോട്ട് പേഷ്യൻറ്റിനെ കൊണ്ടുവരാൻ രേഷ്മ എന്തൊക്കെ ചെയ്തു എന്നുള്ളത് രേഷ്മയുടെ വാക്കുകളിൽ നിങ്ങൾക്ക് കേൾക്കാം. ഹായ്, ഐ എം ഡോക്ടർ രേഷ്മ, കൺസൾട്ടന്റ് ആയുർവേദ ഡോക്ടർ അറ്റ് റീബർത്ത്. നമ്മളിപ്പോൾ കണ്ട പേഷ്യൻ്റ് ജസിന്ത കൺസൾട്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് കംപ്ലയിൻറ്റ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ മെയിനായിട്ട് അവർ പറഞ്ഞ കംപ്ലയിൻറ്റ്സ് ഹിപ്പ് പെയിൻ വിച്ച് വാസ് റേഡിയേറ്റിംഗ്, ഷോൾഡർ പെയിൻ 2 സൈഡിലും ഉണ്ടായിരുന്നു, ആൻഡ് ആംഗിൾ പെയിൻ അസോസിയേറ്റഡ് വിത്ത് എഡിമ. പിന്നെ അവരുടെ ഒരു മെയിൻ കൺസേൺ എന്ന് പറയുന്നത് അവരുടെ ബോഡി വെയിറ്റ് ആയിരുന്നു. ആൻഡ് ഇനിഷ്യലി കൺസൾട്ടേഷൻ ടൈമിൽ ഇറ്റ് വാസ് 87 kg. പിന്നെ ഹെഡ് ഏക്കും അവർ പറഞ്ഞിരുന്നു. അത് ഒരു സർവൈക്കൽ ഇഷ്യൂ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഹെഡ് ഏക്ക് അവർക്ക് ഉണ്ടായിരുന്നു. ഈ പേഷ്യന്റ് നമ്മൾ തെറാപ്പി സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇനിഷ്യലി ഒരു സ്നിഗ്ധരൂക്ഷം എന്നുള്ളൊരു കൺസെപ്റ്റാണ് ആദ്യം അഡാപ്റ്റ് ചെയ്തത്. അതിൽ നമ്മൾ ആദ്യം അഭ്യംഗം സ്റ്റാർട്ട് ചെയ്തപ്പോൾ കൂടെ ബാഷ്പസ്വേദം, ദെൻ കഷായധാര കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു രൂക്ഷക്കിഴി ലൈക്ക് ആവിക്കിഴിയാണ് കൊടുത്തത്. അതൊരു ഇനിഷ്യൽ ഒരു 7 days ഒക്കെ നമ്മൾ ആ ഒരു ഡ്രൈ തെറാപ്പിയാണ് പോയത്. ആഫ്റ്റർ ദിസ് ഒരു കിഴിയൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ഹർ സ്റ്റിഫ്നെസ് ഗോട്ട് റിലീവ്ഡ് ആൻഡ് പെയിനും മച്ച് റിലീഫ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ പേഷ്യന്റിനെ നമ്മൾ തെറാപ്പി പ്ലാൻ ഫോർമുലേറ്റ് ചെയ്തപ്പോൾ ഇനിഷ്യലി ഒരു സ്നിഗ്ധരൂക്ഷ കൺസെപ്റ്റാണ് അഡാപ്റ്റ് ചെയ്തത്. ഒരു അഭ്യംഗം കൊടുത്തതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ബാഷ്പസ്വേദം കൊടുത്തു, കഷായധാര കൊടുത്തു, ആൻഡ് ആഫ്റ്റർ ദാറ്റ് നമ്മളൊരു രൂക്ഷക്കിഴിയാണ് കൊടുത്തത്, ആവിക്കിഴി. ഒരു 7 days നമ്മൾ ഈ ഒരു പ്രോസസ്സ് അഡാപ്റ്റ് ചെയ്തപ്പോൾ സ്റ്റിഫ്നെസ് ഗോട്ട് റിലീവ്ഡ് ആൻഡ് പെയിന് മച്ച് റിലീഫാണ് അവർ പറഞ്ഞത്. അതിനുശേഷം നമ്മൾ പിന്നെ ഫോക്കസ് ചെയ്തത് അവരുടെ വെയിറ്റ് ഗെയിനിലാണ്.
അതിനുവേണ്ടി നമ്മൾ ഉദ്വർത്തനം പോലുള്ള പൗഡർ മസാജ് നമ്മൾ അഡാപ്റ്റ് ചെയ്തു. ആൻഡ് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ലേഖനവസ്തിയും കൊടുത്തിട്ടുണ്ടായിരുന്നു. ലേഖനവസ്തി നമ്മളൊരു യോഗവസ്തിയായിട്ട് അനുവാസനവസ്തി കമ്പൈൻ ചെയ്താണ് ലേഖനവസ്തിയും കൊടുത്തത്. ആൻഡ് ഒരു 15 days ആയപ്പോൾ വെയിറ്റ് ഗോട്ട് റെഡ്യൂസ് ഫ്രം 87 kgs to 81 kgs. അതൊരു നല്ല ഒരു റിഡക്ഷൻ ആണ്. കാരണം നമ്മൾ ഇത്രയും തെറാപ്പീസ് അതിൻ്റെ കൂടെ ഡയറ്റും എല്ലാം കൂടി ഫോളോ ചെയ്തപ്പോഴാണ് ഈ ഒരു റിഡക്ഷൻ നമുക്ക് കിട്ടിയത്. ആൻഡ് അതിനുശേഷം നമ്മൾ ലാസ്റ്റ് ഒരു 3 days നമ്മളൊന്ന് ഇലക്കിഴിയും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം ഒന്ന് കമ്പൈൻ ചെയ്തപ്പോൾ അവരുടെ ഹിപ്പ് പെയിൻ മച്ച് റെഡ്യൂസ്ഡ് ആയിരുന്നു. അവർക്ക് ഒട്ടും തന്നെ പെയിൻ ഉണ്ടായിരുന്നില്ല. ഈ പേഷ്യൻ്റ് നമ്മൾ ഹിസ്റ്ററി എടുക്കുന്ന സമയത്ത് ഇയേഴ്സ് ബാക്ക് ഷീ ഹാഡ് ഡൺ ഹെർ ലാമിനെക്ടമി ആൻഡ് ഡിസ്കറ്റമി. അപ്പോൾ അതിനുശേഷവും അവർക്ക് പെയിൻ പെർസിസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. സോ ഈ തെറാപ്പി എല്ലാം കഴിഞ്ഞതിന് ശേഷം പെയിൻ എല്ലാം മച്ച് റിലീവ്ഡ് ആയിരുന്നു. പെർസിസ്റ്റ് ചെയ്ത ഒരു പെയിൻ എന്ന് പറയുന്നത് സർവൈക്കൽ പെയിൻ അസോസിയേറ്റ് ചെയ്തൊരു ഹെഡ് ഏക്കും അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ അതിന് വേണ്ടിയിട്ട് ശിരോധാരയും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഷോൾഡർ പെയിൻ നമ്മൾ അഡ്രസ്സ് ചെയ്തപ്പോൾ അവബാഹുകം എന്നുള്ളൊരു കൺസെപ്റ്റ് എടുത്തിട്ട് നമ്മൾ അവബാഹുകം ഹിതേ നസ്യം എന്നാണ്. സോ നസ്യവും നമ്മൾ സൈമൾട്ടേനിയസ്ലി ശിരോധാര സ്റ്റാർട്ട് ചെയ്തപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓൾ ടുഗെദർ ഈ തെറാപ്പീസ് എല്ലാം കൂടി ഒന്ന് ഫോമുലേറ്റ് ചെയ്ത് ആ പേഷ്യൻറ്റിലേക്ക് നമ്മളൊന്ന് അഡാപ്റ്റ് ചെയ്തപ്പോൾ പെയിൻ ഗോട്ട് റെഡ്യൂസ്ഡ് ആൻഡ് ഗോട്ട് ഡിസപ്പിയർഡ്. വെയിറ്റ് ഗോട്ട് റെഡ്യൂസ്ഡ് ഫ്രം ഓൾമോസ്റ്റ് 6 kgs ആൻഡ് ഹെഡ് ഏക്ക് റെഡ്യൂസ്ഡ് ആയിട്ടുണ്ട്. ആൻഡ് എല്ലാം കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ ഓൾ ടുഗെദർ പേഷ്യൻറ്റ് നല്ല ഹാപ്പിയാണ്. ആൻഡ് ഇത്രയും ഒരു റിസൾട്ട് കൊടുക്കാൻ പറ്റിയതിൽ ആസ് എ ഡോക്ടർ ഞാനും നല്ല ഹാപ്പിയാണ്. എപ്പോഴും നമ്മളൊരു പേഷ്യൻസിനെ അഡ്രസ്സ് ചെയ്യുമ്പോൾ ആളുടെ പ്രകൃതി നമ്മളൊന്ന് അനലൈസ് ചെയ്ത് ത്രിദോഷങ്ങളെ ഒന്ന് ബാലൻസ് ചെയ്ത് നമ്മളൊരു കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ളൊരു തെറാപ്പി പ്ലാൻ നമ്മളിങ്ങനെ ഫോമുലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു റിസൾട്ട് എപ്പോഴും പേഷ്യൻസിൽ കൊണ്ടുവരാൻ പറ്റും. താങ്ക് യു. അതായത് ഇപ്പോൾ നിങ്ങൾ പേഷ്യൻറ്റിൻ്റെ വാക്കുകളും ഡോക്ടേഴ്സിൻ്റെ വാക്കുകളും ഒക്കെ നിങ്ങൾ കേട്ടു. അവരെന്തൊക്കെ ചെയ്തു ഈ പേഷ്യൻറ്റിന്, എന്തൊക്കെ അസുഖമായിട്ട് വന്നു, അതിപ്പോൾ എങ്ങനെയാണ് അത് മാറ്റിയത്, അവരുടെ അപ്പിയറൻസ്, ഇതെല്ലാം തന്നെ. ഇപ്പം ഞങ്ങൾ ഈ ഒരു വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഹസ്ബൻഡ് വന്ന് കയറിയത്. പുള്ളി പറയുക ഭയങ്കര ഫെൻറ്റാസ്റ്റിക് റിസൾട്ടാണ് മാഡം കൊടുത്തത്, താങ്ക് യു വെരി മച്ച്. എന്നോട് ഇപ്പോൾ പറഞ്ഞു വെച്ചതേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ നമുക്ക് കണ്ണ് നിറയുന്ന വാക്കുകളാണ്. നമുക്ക് ഈ ദൈവം നമുക്ക് കനിഞ്ഞ് അനുഗ്രഹിക്കുമെന്ന് പറയുമല്ലോ, അതാണ് ഇവിടെ നമുക്ക് ശരിയായത്. ഈ റീബർത്ത് എന്ന് പറയുന്ന റീബർത്ത് ഇൻ എവരി ആസ്പെക്ട് ടു ഈച്ച് ആൻഡ് എവരി പേഷ്യൻറ്റ് എന്നുള്ളത് 100% സത്യമായി കൊണ്ടിരിക്കുകയാണ് നമ്മളുടെ ഇവിടുത്തെ ചികിത്സയിലൂടെ. ഇവിടുത്തെ എല്ലാ അറ്റ്മോസ്ഫിയർ തന്നെ ഹൈലി പോസിറ്റീവാണ്. നമ്മൾ ഇവിടെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ കേൾക്കുന്നുണ്ടാവും. ഞാൻ വീഡിയോസിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. ഇവിടെ കൊടുക്കുന്ന എക്സ്ക്യൂസിറ്റ് ആയിട്ടുള്ള ഡയറ്റ് റെസിപ്പീസും അതുപോലെ തന്നെ കോസ്മെറ്റിക് ഡിവിഷൻ, അതിന് വേണ്ടിയിട്ട് ഫേസ് പാക്കും ഹെയർ പാക്കും ഒക്കെ തന്നെ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഓരോ പ്രാവശ്യവും പുതിയ റെസിപ്പീസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതിൻ്റേതായിട്ടുള്ള റിസൾട്ട്സ് ഫാന്റാസ്റ്റിക് ആണ്. അവർ ഇപ്പം തന്നെ മുടി ഒഴിച്ചിലും അതുപോലെ തന്നെ ഫേസ് ഡിസ്കളറേഷനും ഒക്കെ ആയിട്ട് വരുന്നവർക്കൊക്കെ എത്ര വ്യത്യാസമാണ്. എനിക്ക് തന്നെ അത്ഭുതമാണ്. ഇപ്പോൾ തന്നെ ജെസിൻ്റെ കണ്ട എനിക്ക് എന്തൊരു സന്തോഷം. ഇവരെ ശരിക്കും ഒരു 10 years മിനിമം അവർക്ക് കുറഞ്ഞിട്ടുണ്ട്. അതാണ് നമ്മളുടെ ഈ ചികിത്സയുടെ ഏറ്റവും വലിയ പ്രത്യേകത. നമുക്ക് നിങ്ങൾക്കെല്ലാം താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ മോളിൽ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഇൻ ആൻഡ് അറൗണ്ട് ട്രിവാൻഡ്രം ആണെങ്കിൽ നമുക്കൊരു OP പ്രൊസീജിയർ തന്നെ മതിയാവും. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോ കാണാം.